ഗായ്സ് അങ്ങനെ പാത്തൂർ ഭയങ്കര കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ വീഡിയോസ് എല്ലാം കഷ്ടപ്പെട്ട് കിട്ടിയിട്ടും ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ലൈക്ക് ചെയ്യുന്നില്ല, അങ്ങനത്തെ കംപ്ലൈന്റ്. അപ്പോൾ പാത്തൂരിന് സങ്കടം തീർക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുഴിമന്തി മേടിച്ചു കൊടുക്കാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ ഞങ്ങൾ കുഴിമന്തി കഴിക്കാൻ വേണ്ടിയിട്ട് വടകരയിലേക്ക് പോവുകയാണ്. താഴെ ഉമ്മ തകർത്താടിയിട്ട് ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉമ്മാനെ ചാടിച്ചിട്ട് വേണം ഞങ്ങൾ പോകാൻ. എന്നിട്ട് ഞങ്ങൾ കഴിച്ച കുഴിമന്തിന്റെ പൈസ ഉമ്മാനെ കൊണ്ട് കൊടുപ്പിക്കും ഇൻഷാ അല്ലാഹ്. അതല്ല ഞാൻ തന്നെ പേയ്മെന്റ് ചെയ്യും. അപ്പോൾ ഉമ്മാനെ വിളിച്ചു കൂട്ടാം. എന്നാലും എനിക്ക് അതല്ലേ കോമഡിയായി. സാധാരണ എവിടെയെങ്കിലും പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ വേണം നമുക്ക് ഒരുങ്ങാൻ. എന്നിട്ട് വാ പോവാ വാ പോവാ എവിടെ ഒരു റെഡി ആക്കണ്ടാവില്ല. എന്നിട്ട് ഞാൻ റെഡി ആയി കഴിഞ്ഞാലും പോവാ പോവാ. അങ്ങനത്തെ മന്തിന്ന് കേട്ടപ്പോ 5 മിനിറ്റ് കൊണ്ട് കിട്ടിയ ഷാളും കിട്ടിയ ഡ്രസ്സും ഇട്ടിട്ട് വലിച്ചിട്ട് ഇതാ പോവാ റെഡി ആയി കത്തു. ഇതാണ് പാത്തു. തിന്നാ 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 തിന്നണം തുറണം. കമോൺ. വീട്ടിൽ മൊത്തം ആറിയിട്ടിട്ടാണ്. മേൽഭാഗത്ത് മൊത്തം ആറിയിട്ടിട്ടാണത്. അങ്ങനെ തിന്നണം 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 എനിക്ക് തിന്നണം എനിക്ക് തിന്നണം. അങ്ങനെ ഉമ്മാനെ കണ്ട യൂട്യൂബിൽ നിന്ന് ഞങ്ങൾ ലൈവ് പോകുന്നതിന് ഉമ്മ അങ്ങനെ യൂട്യൂബിൽ ചവിട്ടി ഇറക്കി ഉമ്മാന. മതി ഉമ്മ ബാ നമുക്ക് ഞം 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 കുഴിമന്തി കണ്ട എത്തിപ്പോട്ടില്ല കണ്ട ഞം 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 ഞം. കാണുന്ന ഭൂരിഭാഗം ആൾക്കാർക്കും ഉമ്മാനെ ചിലപ്പോ അറിയാതിരിക്കാം. നോക്കണ്ട, ഉമ്മാനെ അറിയാതിരിക്കാം. അപ്പൊ ഇതാണ് എന്റെ ഹസ്ബൻഡിന്റെ ഉമ്മയാണിത്. പേര് പറഞ്ഞു കൊടുക്ക്. അല്ല ഉമ്മ സാബിത്ത. ഉമ്മ സാബിത്ത എന്നില്ല, സാബിറ എന്നാണ് പേര്. അപ്പൊ ഞങ്ങളത് നൈറ്റ് ഒന്ന് പുറത്തു പോയി ഒന്ന് ഫുഡ് കഴിക്കാനുള്ള ചെറിയ പ്ലാനിങ്ങിലാണ്. ഞാൻ ഫോൺ എടുക്കണ്ടല്ലോ, എന്നാലേ ഇവിടെ കുത്തിയാക്കട്ടെ. ഫോണ് അല്ല പേയ്മെന്റ് ചെയ്യണ്ട. അപ്പൊ ഫോൺ അങ്ങനെ അത് ചീറ്റി പോയി. നിങ്ങൾ ഫോൺ എടുക്കണ്ട. നിങ്ങളെ ഫാൻസ് വീഡിയോ എടുക്കാൻ ഫോൺ വേണ്ട. അതാ ഫോൺ എടുക്കണ്ട. പോയി പെട്രോൾ അടിച്ചാ 100 പെട്രോൾ അടിച്ചില്ല. പിന്നെ എന്നെ ഭക്ഷണം കഴിക്കാൻ കൂടി കൊണ്ടുവന്നാലോ ഞാൻ ഫുഡ് ഓല വകയിൽ എന്നെ കൊണ്ടുവന്നത് പെട്രോൾ അടിക്കാൻ ഓല വക എന്നോടായിരുന്നു ഫുഡ്. പിന്നെ ഫുഡ് വാങ്ങി കൊടുക്കണം, പെട്രോൾ അടിച്ചു കൊടുക്കണം എന്നാ ഞാൻ വരുന്നില്ല. അയ്യടാ അങ്ങനെ ഞങ്ങള് പോന്ന കോമഡി എന്താണെന്നറിയോ? ഇപ്പൊ പേടിച്ച് ഓടും. ഇപ്പൊ ഡ്രൈവർ കുഞ്ഞാപ്പോ. ഓക്കെ ഗൈസ്, ചാവിയുടെ അല്ല നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കോളല്ലോ. ഡ്രസ് മാറ്റാൻ പോകുന്നു. ഇല്ല പറ്റൂല. അങ്ങനെ ഞങ്ങള് സ്കൂട്ടി എടുത്ത് ഞങ്ങൾ 3 പേരുമാണ്. ഞാനും ഉമ്മായും ഇക്കായും കൂടിയാണ് വന്നത്. അപ്പൊ ഞങ്ങൾ വഴി വെച്ച് വാപ്പായെ കണ്ട്. ഇതാണ് ഞങ്ങളുടെ വാപ്പാക്ക് ഓട്ടോറിക്ഷ ഓടിക്കുന്നതാണ് പണി. അപ്പോൾ വാപ്പായെ വഴി വെച്ച് കണ്ടപ്പോഴത്തേക്കും വാപ്പാനെയും കൂട്ടാന്നൊരു പ്ലാന്. അപ്പം ഓട്ടോറിക്ഷയിൽ പോവാ എല്ലാവർക്കും കൂടി. ഇല്ലേ വാപ്പാ? ഭാഗ്യമുള്ള വാപ്പായ, പള്ള ഭാഗ്യമുണ്ട്. അങ്ങനെ ഞങ്ങള് 4 പേരും കൂടി കെട്ടി ഫുള്ള് കെട്ടി കുറച്ച് ഭാഗം ഈ 10% ബാക്കി ഉണ്ടായിരുന്നു. അന്നേരം ഞങ്ങൾ കാണുന്നത്. അപ്പൊ മൊത്തം കെട്ടിയത് മൊത്തം ഊരിപ്പിച്ചു. ഓട്ടോറിക്ഷ എല്ലാം മറച്ചിട്ട് ഇനി വന്നിട്ട് മൊത്തം കെട്ടി കൊടുക്കണം. അത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. ഇൻഷാല്ല ഞങ്ങള് അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയേ കാണാം. ഇതാണ് ഞങ്ങളുടെ വണ്ടി. ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങൾ ഈ വണ്ടിക്കകത്താണ് പോവാറ്. ഇല്ലേക്കാ? വണ്ടിനകത്ത് പാട്ട് പെട്ടിയില്ലാത്തത് വളരെ സങ്കടമാണ്. പാട്ട് പെട്ടിയില്ല, ഒരു പാട്ടപ്പെട്ടിയുണ്ട്. അയ്യോ ഇതാണ് ഞങ്ങളമ്മ സുന്ദരി കണ്ട. സുന്ദരി സുന്ദരി പെട്ടെന്ന് തോന്നിയ ഒരു പ്ലാനിങ് ആണെങ്കിൽ പുറത്ത് പോയി ഒന്ന് ഫുഡ് കഴിക്കാന്ന്. കുറേ ഞങ്ങളങ്ങനെ പോയി കഴിക്കാറില്ല ഞങ്ങളങ്ങനെ പുറത്ത് പോയാലും. അപ്പോൾ പെട്ടെന്നൊന്ന് പോകാമെന്നൊരു തീരുമാനം വന്നു. അങ്ങനെ പിന്നെ ഉമ്മാനെയും കൂട്ടിയത്, ഉമ്മാനെയും കൂടി കൂട്ടി. പിന്നെ എത്തിയിട്ടുണ്ട്, ഫുഡൊക്കെ എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു പോയത്. പക്ഷെ അതിന് ആരെയും കൂട്ടാനായിട്ടുള്ള പ്ലാനിങ് ഞങ്ങൾ പോയത്. ഓട്ടോറിക്ഷ മാറ്റില്ല. അതാണ് നമ്മൾ കഴിക്കാൻ വേണ്ട സ്ഥലം. അപ്പുറമുണ്ട്, അപ്പുറം ക്രോസ് ചെയ്യാനൊക്കെ ഉണ്ട്. ഉമ്മ മുന്നേ കയറി പോയാ? ഉമ്മ
അകത്ത് കയറി പോയിട്ടുണ്ട്. വാപ്പ ക്ലോസ് ചെയ്യുന്നുണ്ട്. എന്താ ഇനി ഞങ്ങൾ വീട്ടിൽ അംഗങ്ങളുണ്ട്, പക്ഷെ ഞങ്ങളിത് പ്ലാൻ ചെയ്യാണ്ട് വന്നതാണ്. അപ്പോൾ ആരെയും കൂട്ടാൻ പറ്റിയിട്ടില്ല. ഉമ്മ മുന്നേ വന്ന് സ്ഥലം പിടിച്ച് കൈയൊക്കെ കൈ വന്നങ്ങ് ഇരുന്നിട്ടുണ്ട്. കാണിച്ചു കൊടുത്ത് അങ്ങനെ ഫുഡിനെല്ലാം ഇങ്ങനെ ഓർഡർ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ മന്തി വാങ്ങാനുള്ളൊരു പ്ലാനാണ്. കാരണം വെച്ചാൽ 4 പേരുള്ളത് കൊണ്ട് മന്തി വാങ്ങാമെന്ന് ഇങ്ങനെ ഒക്കെ പറഞ്ഞു. പക്ഷേ പാപ്പാക്ക് മന്തിയോട് വലിയ അറ്റാച്ച്മെൻ്റ് ഇല്ല. പാപ്പാക്ക് മന്തി വേണ്ടെന്നാണ് പാപ്പ പറഞ്ഞത്. ഇതാണ് ഉദ്ദേശിച്ചത്. ഒരാൾക്ക് ഷവർമ വേണ്ടല്ലോ, ഒരാൾക്ക് അൽഫാം വേണ്ടല്ലോ. ഞങ്ങൾ ഇതിന് ഇവര് കൂട്ടിക്കൊണ്ടുവന്നത് ഒറ്റയ്ക്ക് പെരിപ്പിരി അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു. എങ്ങനെയുണ്ട് വാ? സൂപ്പറാ. അപ്പം കഴിച്ചു. അപ്പം വെള്ളം കുടിക്കുന്നു. ഇത് ഇവിടെ കാത്തിരിക്കുക ഇതിൻ്റെ കഴിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഫുഡെല്ലാം കഴിച്ച് പുറത്തേട്ടൊക്കെ ഇറങ്ങി. നിങ്ങൾ ഇവിടെയാണ് ഫുഡ് കഴിച്ചത്. മന്തി പോകും. അത്യാവശ്യം നല്ല മന്തിയാണ്. രാവിലെ പോകണം. ഇതുള്ളത് വടകരയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കേട്ടോ. വടകര, കോഴിക്കോട് വടകരയിലാണ്. ഇവിടെ ഒരു സംഭവം നടന്നു കണ്ട. അങ്ങനെ ഞങ്ങള് വള്ളിക്കാട് അങ്ങനെ ഞങ്ങള് വള്ളിക്കാട് ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഞങ്ങൾക്ക് അറിയത്തില്ല എങ്ങനെ വീഡിയോസ് എടുക്കേണ്ടത്, സൗണ്ട് കൊടുക്കണമെന്നും അറിയത്തില്ല. അപ്പൊ അതിന്റെയൊക്കെ ഒരു പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ ഓരോ ബേക്കറി 3 ആൾക്കാരനല്ല മടി കുത്തി. ഞങ്ങളുടെ വീട് നിങ്ങൾ കണ്ടില്ലല്ലോ. അല്ല ഇത് കാരണം വെച്ചാൽ വള്ളിക്കാടാണ്. നമ്മൾ നേരത്തെ നമ്മുടെ സ്കൂട്ടി വെച്ചിട്ടുള്ള വള്ളിക്കാടായിരുന്നു. അപ്പോൾ പിന്നെ ഓട്ടോറിക്ഷയിൽ നിന്ന് വള്ളിക്കാട് ഇറങ്ങി ടൗണിൽ ഇറങ്ങി. പിന്നെ സ്കൂട്ടി എടുത്തിട്ട് ഉമ്മാക്ക് പിന്നെ പുരേ കയറാൻ വയ്യ. പുറത്തിറങ്ങിയപ്പോൾ പിന്നെ പുരയിലോട്ട് പോകാൻ വയ്യ. അങ്ങനെ പിന്നെ പുറത്തിങ്ങനെ ജസ്റ്റ് ഒന്ന് സ്കൂട്ടിയിലൊക്കെ ഒന്ന് പോയി തിരിച്ച് പുരയൊക്കെ കയറിയിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, എന്നോട് ചോദിച്ചു ഇപ്പം എങ്ങനെയുണ്ട് നിനക്കിപ്പോൾ, നീ ഇവിടെ ഹാപ്പി ആണോ? ഗൾഫിൽ നിന്നപ്പോഴൊക്കെ ഞാനിങ്ങനെ വിളിച്ചിങ്ങനെ സങ്കടമൊക്കെ പറയാറുണ്ട്. അപ്പം എന്നോട് ചോദിച്ചു നീ ഇപ്പം ഹാപ്പി ആണോ എന്നൊക്കെ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പെട്ടെന്നുള്ള എൻ്റെ ഒരു സന്തോഷവും ആ ഒരു കളിയും ചിരിയും കണ്ടിട്ടായിരിക്കാം ചോദിച്ചത്. അങ്ങനെ പിന്നെ പുറത്തൊക്കെ പോയി നല്ലത് ഹാപ്പി ആയിട്ട് വന്ന് റൂമിലേക്ക് വന്ന് ഇനി എന്താ ഉറങ്ങാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ മാക്സിമം ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിലോ ഒക്കെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് അറിയിക്കുക. ഓക്കെ, ശരി, എന്നാൽ അടുത്ത വീഡിയോസിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.